വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇടിയുമെന്ന പ്രവചനങ്ങൾ യുഎസ് ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാനായി ചുമതലയേറ്റ കെവിൻ വാർഷിന്റെ കടുത്ത നിലപാടുകളാണ് വിപണിയെ സ്വാധീനിച്ചത്. വർഷാവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $4,400 വരെയായി ഇടിയാമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് പകരം വീണ്ടും ഉയർത്തിയേക്കുമെന്ന സൂചനകളെ തുടർന്ന് സ്വർണ്ണവില പ്രവചനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്സ്മാൻ സാക്സ്. സ്വർണം ഔൺസിന് $5,400 വരെ എത്തിയേക്കാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവചനം. അതാണിപ്പോൾ $500 കുറച്ച് $4,900 ബാങ്ക് പരിഷ്കരിച്ചിരിക്കുന്നത്. ഔൺസിന് $5,600 എന്ന ജനുവരിയിലെ റെക്കോർഡ് നിരക്കിൽ നിന്നും സ്വർണ്ണവില നിലവിൽ 27% ഇടിഞ്ഞ് $4,100 നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ മാർച്ച്, മെയ് ഉൾപ്പെടെയുള്ള മാസങ്ങളിൽ തുടർച്ചയായി രാജ്യാന്തര വിപണിയിൽ സ്വർണം നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. യുഎസ് ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാനായി ചുമതലയേറ്റ കെവിൻ വാർഷിന്റെ കടുത്ത നിലപാടുകളാണ് വിപണിയെ സ്വാധീനിച്ചിരിക്കുന്നത്. വിലക്കയറ്റം തടയാൻ പലിശ നിരക്ക് ഉയർത്തുമെന്ന സൂചനകളാണ് അദ്ദേഹം നൽകുന്നത്. ഇത്തരത്തിൽ പലിശ നിരക്കുകൾ ഉയർന്നാൽ നിക്ഷേപകർ സ്വർണം വിറ്റ് കൂടുതൽ ലാഭം തരുന്ന ബോണ്ടുകളിലേക്ക് മറ്റ് നിക്ഷേപങ്ങളിലേക്കും തിരിയും. ഇത് സ്വർണത്തോടുള്ള താൽപര്യം കുറയുന്നതിന് കാരണമാകും. ഡിസംബറിൽ 87% വരെ പലിശ നിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. പലിശ നിരക്ക് കൂട്ടുകയാണെങ്കിൽ വർഷാവസാനമാകുന്നതോടെ സ്വർണ്ണവില ഔൺസിന് $4,400 വരെയായി ഇടിയാമെന്നാണ് മുന്നറിയിപ്പ്. ഈ രീതിയിൽ വില ഇനിയും താഴോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലും വിലയിൽ വലിയ ഇടിവുണ്ടാകും. വിപണി നേരിയ തോതിൽ ഉയർന്നു നിന്നാൽ പോലും മുൻപ് രേഖപ്പെടുത്തിയതുപോലൊരു റെക്കോർഡ് വിലക്കയറ്റമൊന്നും സ്വർണത്തിനുണ്ടായേക്കില്ല. അമേരിക്ക വീണ്ടും പലിശ നിരക്ക് ഉയർത്തുകയും അന്താരാഷ്ട്ര വില ഔൺസിന് $4,400 താഴേക്ക് പോവുകയും ചെയ്താൽ കേരളത്തിൽ പവൻ വിലയിൽ വലിയ ഇടിവുണ്ടാകും. നിലവിലെ നിരക്കിൽ നിന്ന് പവന് 5,000 മുതൽ 8,000 രൂപ വരെ കുറയാൻ ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പവൻ വില 1,00,000 രൂപയിലേക്കോ അതിന് താഴേക്കോ എത്തിയേക്കും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.